അപ്പൻ ഷാപ്പ് നടത്തി പെട്ടിയിലായി. ഈ മൂത്തമോൻ പെട്ടിയെ പിടിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. കൂട്ടായിരിക്കണേ, എങ്കിലും തൂങ്ങിച്ചാകണ്ടായിരുന്നു. ഇവർ ദൈവത്തിന്റെയും എന്റെയും. അങ്ങനെ ഔസേപ്പിന്റെ പെട്ടി എന്റേലായി. ഹലോ ഹെർക്കുലി. കവിക്കുന്ന് പള്ളിയിലെ കാന്താരി കൊച്ചച്ഛന്റെ മുറിയിൽ ലൈറ്റ് ഇല്ലല്ലോ. കുത്തിയിരുന്ന മതി. ചാടിക്കോ. ഷുവർ ബോസ്. ജമ്പ്. ശബ്ദമുണ്ടാക്കല ശവങ്ങൾ ഇനിക്കൂടാ ശവമേ. വടക്കേക്കാട്ടിൽ കുട്ടിച്ചന്റെ അമ്മയുടെ പെട്ടിയല്ലേടാ. അടുത്ത കൈക്ക് ഉപ്പ് നേക്കത്ത നാറി. അവൻ അമ്മേനെ അടക്കാനായിട്ട് തേക്കിന്റെ പെട്ടി വാങ്ങി. ഇങ്ങോട്ട് നട. അത് കളർ മുക്കി തേക്കിന്റെ ഡിസൈൻ അടിച്ച പെട്ടിയാ തോമാച്ചായ. ഓ അത് ഞാൻ മറന്നു. തോമാച്ചായ. തോമാച്ചു, ജക്കാർത്ത് എന്നുള്ള ഒരു സുനാമി പെട്ടി എത്തിയിട്ടുണ്ട്. ഓക്കുന്നുണ്ട്. അല്ലെ പരിമില പിതാവിനെ പള്ളിയിൽ അടുക്കേക്കാ. അതെടുക്കാൻ അൾത്താര വരെ കയറണം. പള്ളിക്കാര് മുട്ട് തല്ലി ഓടിക്കടാ പേട്ടെ. ക്വിക്ക് ഫിക്സ്, വേഗം. ഓവർ ഓവർ ഓവർ. മിലിറ്ററിയാ. താങ്ക് യു. നല്ല ചീഞ്ഞ മണം. തോമാച്ചായോ, എന്റെ ഭാര്യയുടെ കിഡ്നി തകരാറില്ല. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു. കിഡ്നി ആവുമ്പോ കാറ്റ് പോകുന്ന ഉറപ്പാ. എന്നായിരിക്കട്ടെ, ഈ തോമാവക ഒരു മൾബറി പെട്ടി ഫ്രീ. ശവപ്പെട്ടി കഴിവറ മോനെ. വെറുതെ അല്ലടാ നിന്റെ അപ്പം മുണ്ടേ തൂങ്ങിയത്. ഈ ചേറ്റയോടൊക്കെ ചോദിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. ചാവുന്നതിന് മുമ്പ് ശവപ്പെട്ടി ഓഫർ വേണ്ടായിരുന്നു. എന്റെ പൊട്ടനെത്തി. എന്താടാ അമ്മച്ചിക്ക് വല്ലത്? പോയി നിന്നെ ചാറക്കകത്ത് എടുത്തിട്ട് കുത്തിയോ? പാമ്പോ? അതിനടുത്ത് കഴുത്തിലിട്ടെന്നോ? ഓ, ഈ പൊട്ട പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടിയിലായി പോകും. മനസ്സിലായി. അവൻ എന്റെ അനിയന്മാത്തനെ കയറുമാലയ്ക്ക് പൂട്ടി. 5-10 അവന്റെ നീളത്തിനൊരു പെട്ടി റെഡിയാക്കി. ഇന്നാദ്യ വെള്ളിയല്ലേ, അവൻ ആ ഓലിക്കലച്ചന്റെ കുമ്പസാര കൂട്ടി കാണും. അവൻ ജനിച്ച വെള്ളി തന്നെ ആയിക്കോട്ടെ അവന്റെ ഷോട്. ചെവിയിലെ സുനയുടെ വോളിയം കൂട്ടച്ചു. എന്നിട്ട് അതിപ്പോ അങ്ങനെ അവിടെ അങ്ങ് അതങ്ങനെ ഞാനും ചെയ്തു പോയി. നീ എന്തിനാടാ കൊച്ചെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? മനസ്സ് പിടിച്ചിട്ട് നിൽക്കണില്ല. ഏതാ നിന്റെ അപ്പനെയും നിന്റെ അപ്പൻ്റെ അപ്പൻ്റെ ഇട്ടിവരെയും ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അവന്മാരൊന്നും നാവിന്ന് ഇതുപോലെ കേട്ടിട്ടില്ല. ആത്മസംയമനില്ലാത്തവനെ പറ്റിപ്പോയച്ചു. നീ പോയിട്ടൊരു പെണ്ണ് കെട്ടടാ. ഓക്കനം കെട്ടവനെ ഇത് കേട്ട് കേട്ട് മടുത്തു. എന്റെ അച്ഛനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല 28 തവണ പെണ്ണ് കണ്ടത്. എനിക്കിഷ്ടപ്പെടുമ്പോ തന്തക്ക് ഇഷ്ടപ്പെടുന്നില്ല, തന്തക്ക് ഇഷ്ടപ്പെടുമ്പോ തള്ളക്ക് ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോ പെണ്ണിന് ഇഷ്ടപ്പെടത്തില്ല. ഇനി പെണ്ണ് കാണാൻ പോകുമ്പോ എടപ്പള്ളി പള്ളിയില് 2 കോഴിയെ കൊറ. പൂവനോ പിടയോ? നീ പൂവൻ കൊടുത്താ മതി. എന്താച്ചോ പൂവനെ തന്നെ? പൂവൻ കോഴിയുടെ സ്വഭാവം നിന്റെ സ്വഭാവം ഒരുപോലെയാ. നേരത്തെ ഇട്ടെങ്കിലും ഈ പൂവന്മാരും പൂവാലന്മാരും ഈ ലോകത്ത് തീരട്ടെ. അതൊക്കെ പറയാച്ചോ. പിടക്കോഴികൾ പേടക്കോഴികൾ എന്നാതിരിക്കാനാണ്. അവളുമാര് കൂടി ഈ ലോകത്തൊന്നും പോയാ ഇവിടെ തുറക്കാനാ. അത് മോശമായി പോയി. ദുഃഖവള്ളി, ഇതാര്? ആട് തോമേ? നിന്റെ അപ്പനെ കോഞ്ഞാനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു 1.5 ആട് തോമയാലേ പറ്റൂ. ശവപ്പെട്ടി തോമാന്ന് പറയടാ അമ്മായിയുടെ മോനെ. നീ എന്നെ കൊണ്ട് തുണി പറപ്പിക്കല്ലേ. പള്ളിയുടെ ആനവാതുക്ക് നിന്നാണ് പരട്ടത്തരം പറയുന്നത്. അടി കളസ വിടാത്തവനാണോടാ തുണി പറിക്കുന്നത്. ഞാൻ ശവപ്പെട്ടിക്ക് തടിയെടുക്കാൻ പോയ തക്കത്തിന് നീ ഞങ്ങളുടെ പൊട്ടം പത്രോടെ മൈക്ക് സെറ്റ് കയറി പിടിച്ചോ? ഞാനൊരു സെറ്റിലും പിടിച്ചില്ല. അവന്റെ തൊണ്ടക്കുഴിക്ക് കുത്തി പിടിച്ചു ശ്വാസം നിൽക്കാൻ. 1 പറഞ്ഞ് 2 പറഞ്ഞ് കാ വളച്ചൊരു തെറിയും ആർക്കിച്ചൊരു തുപ്പും. അതിന് നീ പൂ വളച്ച് തെറി വിളിച്ചില്ലടാ? വിളിച്ചേനെ. ഈ ചാമച്ചി നിൽക്കുന്നോണ്ട് വളച്ചില്ല.
നീ ഞങ്ങളുടെ മാത്തന്റെ വീക്കാണി കുട്ടിയുള്ള ചവിട്ടുള്ള സൂക്ഷിച്ച മോനെ. വീക്കാണിക്ക് ചവിട്ടിയാലേ അവന്റെ പൂഞ്ഞാണി പറഞ്ഞ എന്റെ കഷത്തിരിക്കും. എടാ വീറേ, നീ എന്നെ കൈ ചുരുട്ടി കാണിക്കും. ആ 5 ഏക്കർ ആഞ്ഞിലൂടെ എഴുത്തരാൻ നിനക്കെതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തോമാക്ക് മൾവറിയാടാ. ഈ ന്യായം ഇന്നലെ ഹൈക്കമാൻഡിൽ അവതരിപ്പിച്ചത്. ഞാൻ ഒന്നുകൂടെ ധൈര്യത്തിന് 2 വെട്ടിരുമ്പും തട്ടുമുട്ടും എക്സ്ട്രാ വിട്ടേച്ച് അവതരിപ്പിക്കാം. എന്റെ 1000 രൂപയാടാ. കുഞ്ഞു പാപ്പു, ഈ അമ്പൂന്റെ തലയിൽ എപ്പോഴും സംശയ കരിവെള്ളത്തിൽ കറുപ്പ് കളിക്കാൻ വളമാവോ? എടാ 10 മാസം ഗർഭം ചുവന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ ഇക്കണ്ട കൽക്കണ്ട കനി പോലത്തെ ചക്കകളും താങ്ങി നിൽക്കുകയല്ലോ ഇവള്. ആ ക്ഷീണം അറിയാതെ നല്ല കംപ്രഷനിൽ അങ്ങോട്ട് വളരാനായത്. അമ്പുവേ, നിന്റെ മോക്ക് നഴ്സിംഗ് കോളേജിൽ ചേരാൻ പണം വേണമെന്ന് പറഞ്ഞില്ലേ? നമ്മളെ മാസം പോലെ നിൽക്കണ കഴുത. ചേച്ചേ, അയില ഇച്ചിരി കൂടെ മുരിയായിരുന്നില്ലേ? ഇല്ലേ മക്കളെ? പൂച്ചകൾ പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. കൊല്ലം, ആലുവ എന്നിവിടങ്ങളിൽ 5600 രൂപ, ആലപ്പുഴ ആ ഒക്കാനും നായര് പഠിപ്പിച്ചില്ല. തിരുവല്ലയിൽ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ 5400 രൂപ, കോട്ടയം 5200 രൂപ, പാല 5500 രൂപ. ഇതൊന്നും ഇവന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല. ചേച്ചേ, എന്തോ? ആ നായര് എന്ന കാശിന്റെ കണക്കെന്ന് പറഞ്ഞു. ജോജോന് ഒരു ഗൈഡ് വാങ്ങി 150 രൂപ. ശാലിയുടെ കണ്ണാടിയുടെ ഫ്രെയിം മാറ്റി 350 രൂപ. പിന്നെ കൊച്ചുമോക്ക് ഒരു കഫ് സിറപ്പ് വാങ്ങി 36 രൂപ. കൂടെ ഒരു കോംപ്ലാനും മേടിച്ചു. അത് വേണ്ടായിരുന്നല്ലോ. നല്ല ഒന്നാന്തരം വെച്ചൂരി പശുക്കൾ കൂട്ടിയിപ്പില്ലേ? നാട്ടുവിശേഷം ഇനി നാളെ രാവിലെ 7:35. അപ്പൊ ശരി. നീ 1000 രൂപയുടെ ഫ്രീ ഊറ്റി വെച്ച് ആ 5 ഏക്കർ മേടിച്ചത്. നീ ഞൊട്ടും. ആ 5 ഏക്കർ വാങ്ങിച്ചതിന് വേണം ഈ കടത്തിണ്ണെ പോയി തുടങ്ങാൻ. അതെ, മോശമായി പോയി കുഞ്ഞി പാപ്പ. എന്നാലും പാപ്പയെ വഴിയിലിറക്കി വിട്ടത് വളരെ മോശമായി പോയി. സൂര്യനാട് കുഞ്ഞിന്റെ 2ാമത്തെ സൃഷ്ടി അത്ര മോശക്കാരനാ? കുഞ്ഞോ കൊടുക്കണമുണ്ട്. നീ എന്താടാ കഴിച്ചത്? ഞാനോ? ഞാനോ മണവാട്ടി കണ്ട വിടക്ക് മണവാട്ടി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇവിടെ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഞാൻ നിനക്ക് തരുന്നതല്ലേ? ഞാൻ കുഞ്ഞായിരിക്കും. മണവാട്ടിയുടെ ആകെയുള്ള കുഴപ്പം ഇതാ, കേൾവിയുടെ ഇൻക്രിമെന്റ് ഇത്തിരി കുറയും. ഇതിനകത്തോ എന്റെ സൂസി മോളോ? ഇത് എവിടുന്ന് കിട്ടി? ആ മുണ്ടുപാലത്തേക്ക് ഒന്നും പറയണ്ട എന്റെ പാപ്പേ. ഹോം സയൻസ് കോളേജിൽ നിന്ന് ഇറങ്ങിയതും സ്ട്രൈറ്റ് ഫാസ്റ്റ് കിട്ടി. കൃത്യം കട്ടച്ചിറ വന്നപ്പോ വണ്ടിയുടെ എന്തോ പ്ലേറ്റ് ഒടിഞ്ഞെന്ന്. ഒരു കണക്ഷൻ ബസ് നോക്കി നിന്നിട്ട് ഒന്നേ തിക്കി കയറ്റിയ ആള്. അല്ലേ വായു ഗുളികയ്ക്ക് പോകുന്ന സ്പീഡ്. മണിക്കൂർ 2 പോയി. അപ്പൊ തേണ്ടടാ വരുന്ന് ഇടിച്ചിടിച്ച് നമ്മുടെ കട്ടച്ചിറ പിന്നാക്കനാട്. നീ ആയിരുന്നോ?
ഇതിന്റെ ഹോസ്റ്റലിലെ ആ മാതാവിന്റെ മുന്നിൽ നിൽക്കുന്ന വരിക്കപ്ലാവ് കാച്ചോടി. മച്ചിപ്ലാവ് വെട്ടി കണ്ടിച്ച് സിസ്റ്റർ തീയിലിട്ടു. അപ്പോ മണ്ണും ചതിക്കും അല്ലേടേ? ആ നിന്നെ പോലെ ചില ജന്മം മണ്ണിലും ഉണ്ടാവൂടാ. മതിയായില്ലേ? 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് കയറിയില്ല. ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? വരിക്കപ്ലാവ് കാച്ചോന്ന്. കെട്ടിക്കാതെ വെച്ചിട്ട് അവളുടെ മൂക്കീന്ന് പല്ലിറങ്ങി. അഞ്ചാണ്ടിരുന്നാൽ മഞ്ചാടിക്കും വില കിട്ടും അല്ലേടാ പാപ്പേ? ഒരു 10 ചെറുക്കന്മാര് കണ്ടേച്ച് പോയല്ലോ. എന്നിട്ട് അവർക്കാർക്ക് അവളെ പിടിക്കാതെ പോയില്ലല്ലോ. ശ്രീധനം കൊടുക്കാതെ വെള്ളം ഇറങ്ങാത്ത 5 ഏക്കർ കല്ലും മണ്ണും കൊടുക്കാന്ന് പറഞ്ഞ ഇക്കാലത്ത് ചെറുക്കന്മാരെ കിട്ടുമോ അല്ലേ? എടാ വെറും ഭൂമിയിൽ പണിയെടുക്കാൻ സന്മനസ്സുള്ളവന്മാര് കെട്ടിയാ മതി അവളെ. അങ്ങനെയാണെങ്കിൽ ആ കാടി കലക്കിയ അമ്പുവിനെ കൊണ്ട് അവളെ ഒരു 2ആം കെട്ട് കെട്ടിക്കാം. അവനാവുമ്പോ ഒറ്റ ദിവസം കൊണ്ട് 5 ഏക്കർ കിളക്കുകയും ചെയ്യും. എന്താ? എടാ കാശിറക്കി മോളെ കെട്ടിക്കാണ്ട് ഈ ഭൂതക്കണ്ണാടി കൂടെ കണക്ക് നോക്കി തുപ്പല തൊട്ട് എണ്ണി കൂട്ടി വെക്കുന്നതേ ആ 2ആം കെട്ട് കുഞ്ഞിമേരീച്ചിലുണ്ടായ ചെറുക്കൻ കോവക്കയുടെ ചുവട്ടെ കൊണ്ടുപോയി കൂട്ടിടാനാ. തുറക്കടാ. നല്ല ആട്ടും കരളാ. എന്റെ കുഞ്ഞുമാപ്പിളെ, ഇവൻ ഈ ആട്ടിൻകരൽ കൊടുത്ത് കണക്കിന് മണ്ടനാക്കി കളഞ്ഞല്ലോ. ഇവന്റെ മാർക്കറിയോ? 100-ൽ 15. 46 അധികം 54 എത്ര മുന്നു? ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേ. എടോ കണക്കാ. എന്റെ മകൻ കൂട്ടാൻ മാത്രം പഠിച്ചാ മതി. ഭൂമിയുടെ സ്പന്ദനം കണക്കിലല്ല, മണ്ണിലാ. പൊന്ന ആ കിളവൻ ശരിക്കും നിന്റെ ആരാ? എന്റെ അപ്പൻ. അയ്യോടെ പൊന്ന, ഞാൻ വിചാരിച്ച ആ പാപ്പോയി എങ്കിലാ നിന്റെ അപ്പനെന്ന്. കിളവന്മാർക്ക് എങ്ങനെയാടാ പിള്ളേരുണ്ടാവുക? കാന്തം പറയുവാ കുഞ്ഞിപ്പാപ്പ എന്റെ അപ്പനല്ല മുത്തശ്ശനാന്ന്. അവനാള് തുറപ്പനാണല്ലോടാ. അവന്റെ മുത്തശ്ശി അവരോട് പറഞ്ഞിട്ടുണ്ട് പോലും 50 വയസ്സുള്ള കുട്ടികളുണ്ടാവത്തില്ല. അതവന്റെ ആ കളവിക്കായിരിക്കും. നിന്റെ അപ്പനുണ്ടാവുന്ന പോയി പറയടാ. അതെന്നാടാ അപ്പ? കുഞ്ഞിപ്പാപ്പ എന്റെ പാപ്പോയും കണ്ട ഒരുപോലെ ഇരിക്കുന്നേ. അവൻ എന്റെ മോനായതുകൊണ്ട്. പൊന്നും കുഞ്ഞിപ്പാപ്പ പോലല്ലോ ഇരിക്കുന്നേ. എന്നാല് പറഞ്ഞു വലുതാവുമ്പോ നീ എന്നെ പോലാകും. തെന്റെ ഏതെങ്ങനെ പോട്ടടാ. പോയി കൈയും കാലും കഴിയും മക്കളെ. മുല്ലശ്ശേരി വക്കീല് അടിയന്തരമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ കുമ്പകുത്തിക്കാത് കുത്തി ചെമ്പടിച്ച് കുലുക്കി കുത്തി തരികടോ. ജോപ്പാൻ നിന്റെ 100 പോയത് തന്നെ അടിക്കങ്ങോട്ട് പോയില്ലടാ. എടാ പാപ്പോയേ, ഞാൻ ഇന്നലെ പുതിയ SIയുടെ കൂടെ ആ ചെട്ടിയെ കണ്ടു. ഓൻ വീണ്ടും പാറവെടിക്കുള്ള പുറപ്പാടാണോ? കുഞ്ഞിപ്പാപ്പ അവനെ കോടതി കയറ്റി പൂട്ടിയിട്ടിരിക്കല്ലേ, അനങ്ങത്തില്ല. ആ മതിയോ. കുമ്പകുത്തിക്കാത് ഉള്ള ആടിന്റെ കരളൊക്കെ അടിച്ചിട്ട് എന്റെ അപ്പന്റെ മോന്റെ കനവേ. രാഴ്ച പറഞ്ഞ പോലെ നിന്റെ അപ്പൻ ഞങ്ങളെ മുക്കോടാ. കണ്ട അലവലാതെ ഐസ് ഫ്രൂട്ട് മേടിച്ചെന്ന് നീ നിന്റെ വയറ് ചീത്തയാക്കരുത് കേട്ടോ. എന്താ മമ്മാലിക്ക അവനെ തന്നെ ഇങ്ങനെ നോക്കേ? ഒന്നുമില്ലടാ, നിന്റെ മടി കയറിയുള്ള അവന്റെ ആ ഒരു ഒട്ടിയുള്ള ഇരിപ്പും കളിയും ഒക്കെ കണ്ടറിയാം. അവന്റെ വിചാരം നീ അവന്റെ അപ്പനാണെന്നാ. മമ്മുക്ക, അവൻ എനിക്കുണ്ടായതല്ലേലും ഉണ്ടായതുപോലെ. എന്റെ അമ്മ മരിക്കുമ്പോ കുഞ്ഞിപ്പാപ്പ 2ാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അമ്മ അത്ര സ്നേഹമായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത ഞങ്ങളുടെ സൂസിമോക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ ആവശ്യമാണെന്നും പറഞ്ഞ് ചെലമ്പിക്കുന്നേല് ഉണ്ണി വാര്യര്
വിടാതെ അപ്പനെ നിർബന്ധിക്കുമായിരുന്നു രണ്ടാം വിവാഹത്തിന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരു ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു. ഇവനെ കാണുമ്പോൾ തോന്നും ആ രണ്ടാം കെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയനായിരുന്നു. പടച്ചോനെ, അവന്റെ ഒരു വിദ്യ പെറ്റിട്ട് മുലകുടി മാറുന്നതിന് മുമ്പേ മഞ്ഞപ്പിത്തം കയറി പിടിച്ച് അവന്റെ അമ്മേനെയും പടച്ചോൻ കൊണ്ടുപോയില്ലേ. ഇങ്ങടെ എടുത്ത് ചാച്ച് കുത്തിവെക്കണ പിള്ളേരെ. പേരെഴുതിയ ബോർഡ് റെഡി. എന്റെ ജോജോ വാച്ച് കിടക്കി കുഞ്ഞുമിശയുടെ കയ്യിൽ പണമില്ലല്ലോ. പണിക്കാരൻ അമ്പുവിന്റെ മോൾക്ക് നഴ്സിംഗിന് പോവാ 10,000. മോനെ, സൂര്യനാട്ട് രാരിച്ചിന്റെ തലയിൽ ബുദ്ധിണ്ട്. നിന്റെ അപ്പന്റെ തലയിലേ ഞാൻ പുലിയാടാ, പുലി. എന്റെ ജോജോ വാച്ച് കമ്പനി തുടങ്ങാൻ എനിക്ക് 501 മതി. ബാർ സോപ്പോ? ആ, ബാർ സോപ്പ് തന്നെ. മോനെ ജോജോ, നിന്റെ അപ്പം പുലിയുടെ ബുദ്ധി കണ്ടോടാ. കേറിയിരിക്കാൻ ഇട ഉണ്ടാക്കുന്നതിന് മുമ്പ് ബോർഡ് എഴുതി ചെന്ന. വെറുതെ അല്ല കുഞ്ഞിപ്പാപ്പ എനിക്ക് കിടക്കുന്ന ദൂരം 10. ഈ രാരിപ്പയുടെ ബുദ്ധിയാ. അപ്പൻ ചിരിക്കണ്ട, അപ്പന്റെ ബുദ്ധി രാരിപ്പയ്ക്ക് കിട്ടിയിരിക്കുന്ന കുമ്പളം മുളയ്ക്കും. അപ്പ നിന്റെ പൊടിനാവഞ്ഞ ഊശിക്ക് കുത്തുവേ. അപ്പനല്ലേ പറയാറ്. ഇതെന്തിനാടാ വഴി കിടക്കുന്ന ഈ ധർമ്മക്കാരുടെ ചിരട്ടയൊക്കെ പറക്കിക്കൊണ്ട് വരുന്നത്? നിന്റെ കയ്യെ വല്ല പിത്ത പൊണ്ണും വരും കൊച്ചേ. പൊണ്ണനീ ചിരട്ട എന്തിനാന്ന് അറിയാവോ കുഞ്ഞിപ്പാപ്പ? എന്നാടാ മക്കളെ ഈ പഴയ കോഴിക്കൂട്ടി കാണിച്ചു പറഞ്ഞാ തുടങ്ങിയേ ചിരട്ട കൃഷി. കടുക്, നെല്ല്, പയറ്. മക്കളെ, എന്റെ പൊന്ന മക്കളെ, അപ്പൻ ഇത് മതിയടാ. നിന്നെ പോലെ ചിരട്ട പറക്കിയ ഒരു കാലം ഞാൻ ഓർക്കുക. ഒരു മിഷ്യൻ ഞായറാഴ്ച എന്റെ അമ്മ ലേലം വിളിച്ച 10 വാഴക്കണ്ണേൽ ഒന്ന് എന്റെ കൈ കൊണ്ടാ വെപ്പിച്ച്. അമ്മ വെച്ച 5ഉം അവളായി ഈച്ച വെച്ച 4ഉം ഒരു തടച്ചു പോയി. നിന്റെ അപ്പൻ വെച്ച ആ 1 മാത്രം മുള പൊട്ടി. പ്രസവിച്ച് വീണ കുഞ്ഞ് ആദ്യമായി കണ്ണു തുറന്ന് മുല കുടിക്കാനായി അമ്മയെ നോക്കുന്ന പോലെ ആ മുളപ്പ് എന്നെ നോക്കി. എവിടെയെങ്കിലും ആട്ടും കാട്ടം കണ്ട ചിരട്ട പറക്കി അതിനകത്ത് നിറച്ചു കൊണ്ടുവന്ന് ചോട്ടിലിടും. അതങ്ങനെ വളർന്നു കുലച്ചു. ഓരോ കായും കാളക്കൊമ്പ് പോലത്തെയായിരുന്നു. ചുണ്ണാമ്പ് തൊട്ട് ഞാൻ എണ്ണി 199 കാ. പഴിപ്പിച്ച് വിറ്റു മക്കളെ. കിട്ടിയ കാശിന് 50 വാഴക്കണ്ണ് മേടിച്ച് വീണ്ടും നട്ടു. അതും എന്നെ ചതിച്ചില്ല. അന്നു മുതൽ മണ്ണിൽ പണിയെടുക്കാൻ ഒരുതരം ഭ്രാന്തായിരുന്നു. മണ്ണ് ജീവന്റെ ഗർഭപാത്രമാണെന്ന സത്യം നിന്റെ ഈ അപ്പൻ അങ്ങനെ തിരിച്ചറിഞ്ഞു. എന്റെ ഈ മകന് ഞാൻ ഒരു പിടി മണ്ണേ തരൂ. ഒപ്പം എന്റെ ശങ്കിലെ മണ്ണിനോടുള്ള അടങ്ങാത്ത തീയും. എന്റെ ഈ മോൻ 100 സ്വർണം 1000 ആക്കുന്നത് അപ്പൻ ഈ കണ്ണുകൊണ്ട് കാണണം. ഇല്ലടാ, ചാവാതിരിക്കാൻ അപ്പൻ ഒരു കട്ടില് പണിയുന്നുണ്ട്. കട്ടിൽ പുരാണത്തിലെ കട്ടിൽ, സപ്രപഞ്ച കട്ടിൽ. അതേ കിടന്നുറങ്ങിയ 100 ആയുസ. ആളിന്റെ നക്ഷത്രവും കട്ടിലിന്റെ ചുറ്റുകണക്കിന്റെ നക്ഷത്രവും കണക്കാക്കി പള്ളിയാടെ താശാരി ഒരു എണ്ണവേങ്ങ വെട്ടി അറുത്ത് കട്ടില് പണിയും. എന്റെ പൊന്നൊരു പെണ്ണ് കെട്ടി. അതേ നിനക്കൊരു പൊന്നും കൂടെ ഉണ്ടായി. അവനെ ഞാൻ എന്റെ മടി വെച്ച് ടാറ്റോ 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 ടാറ്റോ.